Good morning, students. Next topic ആണ് final keyword in Java. നമ്മൾ സ്റ്റാറ്റിക് മെമ്പേഴ്സ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. അടുത്തത് ഫൈനൽ കീവേഡ്. ഫൈനൽ കീവേഡ് മെയിൻ ആയിട്ടും 3 പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് യൂസറിന്റെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. The final keyword in Java is used to restrict the user. The Java final keyword can be used in many contexts. Final can be variable, method, class. അതായത് യൂസറിന് ഒരു പ്രോഗ്രാമിനകത്തെ പ്രോഗ്രാം എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും 3 കാര്യങ്ങളെയാണ് നമുക്ക് ഫൈനൽ ആക്കാനായിട്ട് പറ്റുന്നത്. ജാവയ്ക്കകത്തെ വേരിയബിള്, ജാവയ്ക്കകത്തെ മെത്തേഡ്, അതുപോലെ തന്നെ ക്ലാസ്. ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ ഫൈനൽ ആക്കുന്നത്. ഓരോ എലമെന്റിനെയും നമ്മൾ ഫൈനൽ ആക്കുമ്പോൾ അതിന് ഓരോരോ പർപ്പസുകളാണുള്ളത്. The final keyword can be applied with the variables. A final variable that have no value, it is called blank final variable or uninitialized final variable. It can be initialized in the constructor only. The blank final variable can be static also, which will be initialized in the static block only. അതായത് നമ്മൾ ഒരു വേരിയബിളിനെ ഫൈനലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന്റെ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് അതിന് ഇനിഷ്യലൈസ് ചെയ്യാതിരിക്കാം. ഇനി അങ്ങനെ നമ്മൾ വാല്യൂ ഒന്നും ഇനിഷ്യലൈസ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള വേരിയബിളിന് നമ്മൾ പറയുന്ന പേരാണ് ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ. ഇനി അങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, അതിന് വാല്യൂ ഒന്നും ഇനിഷ്യലൈസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പിന്നീട് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ആ ഫൈനൽ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ പിന്നീട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു വേരിയബിളും മെത്തേഡും ക്ലാസ്സുമാണ് നമ്മൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പർപ്പസ് ആണ് ഈ തന്നിരിക്കുന്നത്. ആ 3 കാര്യങ്ങൾ ചെയ്യുന്നത് വഴിയുള്ള പർപ്പസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഒരു വേരിയബിളിനെ നമ്മൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വാല്യൂ ചേഞ്ച്. അതായത് ഒരു വേരിയബിളിന് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന വാല്യൂ അല്ലാതെ മറ്റൊരു വാല്യൂ ആ വേരിയബിളിന് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നോടം വരെ നമ്മൾ ആ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും ആ വേരിയബിളിന്റെ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു മെത്തേഡിനെയാണ് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്? സ്റ്റോപ്പ് മെത്തേഡ് ഓവർ റൈഡിങ്. നമ്മൾ ഇൻഹെറിറ്റൻസിനകത്ത് മെത്തേഡ് ഓവർ റൈഡിങ് ഒക്കെ പെർഫോം ചെയ്യാറുണ്ട്. അതായത് ബേസ് ക്ലാസ്സിനകത്തും സബ് ക്ലാസ്സിനകത്തും സെയിം നെയിമുള്ള മെത്തേഡ് വരികയാണെങ്കിൽ സബ് ക്ലാസ്സിനകത്തെ മെത്തേഡ് ബേസ് ക്ലാസ്സിനകത്തെ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് മെത്തേഡിനെ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഫൈനൽ എന്ന് പറയുന്ന കീവേഡോട് കൂടി നമ്മളൊരു മെത്തേഡിനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു ഫൈനൽ മെത്തേഡ് ആയിരിക്കും. ആ മെത്തേഡിനെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി 3ാമത്തെ പർപ്പസ് ആണ് സ്റ്റോപ്പ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ക്ലാസ്സിനെയാണ് ഫൈനൽ ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ ക്ലാസ് നമുക്ക് പിന്നീട് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കേണ്ടാത്ത എന്തെങ്കിലും ഒരു പർപ്പസ് വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ക്ലാസ്സിനെ നമുക്ക് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതിയാകും. ഇനി നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു എക്സാമ്പിളും. ഫസ്റ്റ് വൺ, ജാവ ഫൈനൽ വേരിയബിൾ. If you make any variable as final, you cannot change the value of final variable. It will be constant. അതായത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നോടം വരെ, അല്ലെങ്കിൽ ആ എൻറ്റയർ പ്രോഗ്രാമിനകത്ത് ആ ഒരു വേരിയബിളിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഫൈനൽ വേരിയബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ആ ഒരു ഫൈനൽ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂ കൊടുത്ത് ഇനിഷ്യലൈസ് ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള വേരിയബിളിന് പറയുന്ന പേരാണ് ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ. ഇനി ബ്ലാങ്ക് ഫൈനൽ വേരിയബിളിന് നമുക്ക് എപ്പോഴാണ് വാല്യൂ കൊടുക്കാൻ പറ്റുന്നത്? കൺസ്ട്രക്ടർ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ബ്ലാങ്ക് ഫൈനൽ വേരിയബിളിന് വാല്യൂ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അവിടെ നോക്കുക, അവിടെ കൊടുത്തിരിക്കുന്ന ക്ലാസിന്റെ നെയിം ആണ് ബൈക്ക് 9 എന്ന് പറയുന്നത്. ആ ബൈക്ക് 9 എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫൈനൽ വേരിയബിൾ ആണ് സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതൊരു ഇന്റിജർ ടൈപ്പിലുള്ള വേരിയബിൾ ആണ്. ഇനി
അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു മെത്തേഡാണ് void run എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ മെത്തേഡിനെ കോൾ ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനൽ വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫൈനൽ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ആ ഒരു വേരിയബിളിന്റെ വാല്യൂ ആ എൻറ്റയർ പ്രോഗ്രാമിനകത്ത് സെയിം ആയിരിക്കും, നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ റൺ എന്ന് പറയുന്ന മെത്തേഡിനകത്ത് നമ്മൾ ഈ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 400 ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ വർക്ക് ആകുമോ? ഇല്ല, അവിടെ ഒരു കമ്പൈൽ ടൈം എറർ ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഒരു വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എറർ ഉണ്ടാക്കുന്ന കോഡാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു കാര്യം പറ്റത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഫൈനൽ വേരിയബിളിന് എക്സാമ്പിൾ. അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കമ്പൈൽ ടൈം എറർ ആയിരിക്കും. ഇനി അടുത്താണ് ജാവയ്ക്കകത്ത് ഫൈനൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇഫ് യു മേക്ക് എനി മെത്തേഡ് ആസ് ഫൈനൽ യു കനോട്ട് ഓവർറൈഡ് ഇറ്റ്. അപ്പം മെത്തേഡിനെ ഫൈനൽ ആക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഓവർറൈഡ് ചെയ്യാതിരിക്കുക. ഒരു മെത്തേഡിനെ നമുക്ക് ഇൻഹെറിറ്റൻസിനകത്ത് ഓവർറൈഡ് ചെയ്യേണ്ടാത്ത മെത്തേഡുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ മെത്തേഡിനെ ഫൈനലാക്കി കൊടുക്കുന്നത്. എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഇവിടെയും നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാല് ബൈക്കാണ്. അവിടെ ഫൈനൽ വോയിഡ് റൺ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഫൈനലാക്കി കൊടുത്തിരിക്കുന്നത്. ആ റൺ എന്ന് പറയുന്ന മെത്തേഡിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് ചെയ്യാനായിട്ട്, റണ്ണിങ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നമ്മളിവിടെ ഈ ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന പുതിയ ക്ലാസ് ആണ് ഹോണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോണ്ട എന്ന് പറയുന്ന ക്ലാസ്സിന് ബൈക്ക് എന്ന് പറയുന്ന ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അക്വയർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെത്തേഡാണ് റൺ എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ മെത്തേഡ് ഓവർ റൈഡിങ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ബോഡിക്കകത്തൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ അതിനകത്തെ മെത്തേഡിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നു, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ബേസ് ക്ലാസ്സിനകത്ത് റൺ എന്ന് പറയുന്ന മെത്തേഡിനെ നമ്മൾ ഓവർറൈഡ് ചെയ്യരുതെന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ എന്താക്കി വെച്ചിരിക്കുന്നത്? ഫൈനൽ മെത്തേഡ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് അതിനെ നമുക്ക് മെത്തേഡ് ഓവർറൈഡിങ് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു കോഡ് ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അവിടെ ഒരു കമ്പൈൽ ടൈം എറർ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബേസ് ക്ലാസ്സിനകത്ത് ഫൈനൽ മെത്തേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിനകത്ത് ആ മെത്തേഡിനെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് മെത്തേഡ് ഓവർറൈഡിങ്ങിനെ ചേഞ്ച് ചെയ്യാൻ, മെത്തേഡ് ഓവർറൈഡിങ് നടക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മെത്തേഡ് ഫൈനലായിട്ട് കൊടുക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ. ഇനി അടുത്തതാണ് ജാവ ഫൈനൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇഫ് യു മേക്ക് എനി ക്ലാസ് ആസ് ഫൈനൽ യു കനോട്ട് എക്സ്റ്റെൻഡ് ഇറ്റ്. നമ്മളൊരു ക്ലാസ് ഫൈനലാക്കി കൊടുത്താൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ആ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റരുത്, അല്ലെങ്കിൽ ഇൻഹെർട്ട് ചെയ്യാനായിട്ട് പറ്റരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സിനെ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിനെയാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഫൈനലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ എന്ന് പറയുന്ന ക്ലാസ്, ഫൈനൽ എന്ന് പറയുന്ന കീവേഡോട് കൂടി നമ്മൾ ക്ലാസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ് ആണ് ഫൈനൽ എന്ന് പറയുന്നത്. ഇനി അവിടെ നോക്കിയേ, ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ച് ഹോണ്ട 1 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കാനാണ് നോക്കിയിരിക്കുന്നത്. ഇനി അതിനകത്ത് വരുന്ന ഒരു മെത്തേഡാണ് റൺ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ മെത്തേഡിനെ കോൾ ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ക്ലാസ്സിനെയാണ് നമ്മൾ ഫൈനലാക്കി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോഡ് ഇവിടെ വർക്ക് ആകുമോ? ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ച് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഒരു കോഡ് ഇവിടെ വർക്ക് ആവത്തില്ല. അതായത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അതേസമയം ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ് ഫൈനൽ അല്ലായിരുന്നെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കായിരുന്നു. അപ്പൊ ഫൈനലായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ ക്ലാസ്സിനെ നമുക്ക് ഇൻഹെർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കമ്പൈൽ ടൈം എറർ ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് ഉണ്ടാകുന്നത്.
ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് ഈസ് ഫൈനൽ മെത്തേഡ് ഇൻഹെറിറ്റഡ്. ഫൈനൽ മെത്തേഡ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഫൈനൽ ക്ലാസ് അല്ല, ഫൈനൽ മെത്തേഡിനെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ മെത്തേഡിനെ നമുക്ക് ഓവർറൈഡ് മാത്രമേ ചെയ്യാൻ പറ്റത്തില്ലാത്തുള്ളൂ, ഇൻഹെറിറ്റ് ചെയ്യാം. വാട്ട് ഈസ് ബ്ലാങ്ക് ഓർ അൺഇനിഷ്യലൈസ്ഡ് ഫൈനൽ വേരിയബിൾ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ഫൈനൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇനിഷ്യലൈസ് ചെയ്തില്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ എന്ന്. ഇനി അങ്ങനെയുള്ള ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾസ് എപ്പോഴാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? പിന്നീട് കൺസ്ട്രക്ടർ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ബ്ലാങ്ക് ഫൈനൽ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സാധാരണ വേരിയബിളിന് പിന്നീട് വാല്യൂ കൊടുക്കുന്ന പോലെ അങ്ങനെ വാല്യൂ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ക്യാൻ വി ഡിക്ലെയർ എ കൺസ്ട്രക്ടർ ഫൈനൽ? നമുക്ക് കൺസ്ട്രക്ടറിനെ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കൺസ്ട്രക്ടറിനെ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കൺസ്ട്രക്ടറിനെ നമുക്ക് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാത്തത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് കൂടി വരുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് എന്തിനു വേണ്ടിയാന്നുള്ള കാര്യം പഠിക്കുക, അതിന്റെ 3 പർപ്പസുകൾ പഠിക്കുക: വേരിയബിള്, ക്ലാസ്, മെത്തേഡ്. അപ്പൊ വേരിയബിളിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കനോട്ട് ചേഞ്ച് ദ വാല്യൂ, വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെയോ ക്ലാസിന്റെ കൂടെ ആണെങ്കിലോ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെത്തേഡിന്റെ കൂടെ ആണെങ്കിലോ ഓവർ റൈഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3 പർപ്പസുകൾ പഠിക്കുക. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ എക്സാമ്പിളും പഠിച്ചു വെക്കുക.